വെൽക്കം ടു മോട്ടോസി ഡ്രൈവ്. നമ്മൾ സംസാരിക്കുന്നത് സുസുക്കി മോട്ടോർ കുറിച്ചാണ്. സുസുക്കി മോട്ടോർ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഫെയിലായെന്ന് ഞാൻ പറയത്തില്ലെങ്കിലും ഫെയിലിംഗ് ഒരു ഓട്ടോമൊബൈൽ ബ്രാൻഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സുസുക്കി മോട്ടോർ കുറിച്ചാണ്. നമ്മൾ സുസുക്കി മോട്ടോർ ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ ബിഗ് ജാപ്പനീസ് 4 ബ്രാൻഡ്സ്, അതായത് ഹോണ്ട, യമഹ, പിന്നെ കാവാസാക്കി, പിന്നെ സുസുക്കി, അങ്ങനെയാണ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഈ ഹോണ്ടയുടെയോ യമഹയുടെയോ ഒന്നൊരു ഗ്രിപ്പ് സുസുക്കി മോട്ടോർ ഇന്ത്യയിലില്ല. അത് അവരെടുത്ത കുറച്ച് തീരുമാനങ്ങളുടെ പോരായ്മകൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടൊരു കഥ പറയാം. എൻ്റെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ടായിരുന്നു. ആ കടയിലെ ചേട്ടന് ഒരു ബ്ലൂ കളർ യൂണിക്കോൺ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിലെ യൂണിക്കോണൊക്കെ നോക്കി അവിടെ കടയിൽ പോകുമ്പോഴത്തേക്ക് ആ ചേട്ടൻ എപ്പോഴും പറയും, എടാ സുസുക്കിയുടെ വണ്ടി വരുന്നത് കേട്ടു, സുസുക്കിയുടെ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ട് വേണം ഇത് കൊടുക്കാൻ, അതുകൊണ്ട് എനിക്ക് സുസുക്കിയുടെ മോട്ടോർ സൈക്കിൾ വേണമെന്ന്. അപ്പം അത്രയ്ക്ക് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു. സുസുക്കി എന്ന ബ്രാൻഡിനോടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈവൻ ഹോണ്ട വിറ്റിട്ട് വരെ സുസുക്കി എടുക്കാനായിട്ട് നടന്ന ആൾക്കാരുണ്ടായിരുന്നു ആ കാലത്ത്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. പിന്നീട് പറയാനായിട്ടാണെങ്കിൽ സുസുക്കിയുടെ കാർ ബിസിനസ് അറിയാമല്ലോ, മാരുതി സുസുക്കി നമ്പർ 1 ആണ് ഇന്ത്യയിൽ. ഇപ്പോഴും അതെ, അന്നും അതെ. അപ്പം അതിനകത്തൊരു സംശയമില്ല. എന്നിട്ടും അവരെന്തുകൊണ്ട് പാളിപ്പോയെന്ന് വെച്ചാൽ ചില മോട്ടോർ സൈക്കിളിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് സുസുക്കിയുടെ GS150R. ഈ സാധനം നല്ല രീതിക്ക് സുസുക്കി മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ യൂണിക്കോണ് അടിക്കാൻ പറ്റിയ എല്ലാം ഉണ്ടായിരുന്ന മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ഇനി പറ്റിയെന്ന് വെച്ചാൽ 2009 മോഡലൊക്കെ എടുത്തവർക്ക് അറിയാൻ പറ്റും, ഈ മോട്ടോർ സൈക്കിളിന്റെ ടാങ്കിനകത്തുനിന്ന് ഒരിക്കലും തുരുമ്പൊഴിയത്തില്ല. എപ്പോഴും ഇങ്ങനെ തുരുമ്പ് വന്നുകൊണ്ടേയിരിക്കും ടാങ്കിനകത്ത്. ടാങ്കിനകം തുരുമ്പിക്കുന്ന ഒരു പ്രത്യേക അസുഖമുള്ളൊരു മോട്ടോർ സൈക്കിളാണ് സുസുക്കിയുടെ GS150R. പിന്നെ ക്വാളിറ്റി ഇഷ്യൂസ് എന്ന് പറയാനായിട്ട് എഞ്ചിന് മുടിഞ്ഞ ക്വാളിറ്റിയാണ്. എഞ്ചിനൊരു 2-3 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടുമെങ്കിലും ബാക്കിയുള്ള പാർട്സ് അല്ലെങ്കിൽ മെറ്റൽ പാർട്സ് അല്ലെങ്കിൽ ഇരുമ്പിന്റെ പാർട്സിനൊക്കെ വളരെ ക്വാളിറ്റി കുറവാണ്. എപ്പോഴും റെസ്റ്റും പ്രശ്നങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് GS150R അതൊക്കെ ഒന്ന് പരിഹരിച്ച് സെറ്റപ്പായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ നല്ലൊരു യൂണിക്കോണിന്റെ എതിരാളിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവന്മാർ ഒന്നും ചെയ്യാതെ ഈ ഇത്രയും നല്ലൊരു എഞ്ചിനും ചാസിയുള്ളൊരു മോട്ടോർ സൈക്കിളിനെ വെറുതെ കുളവാക്കി കളഞ്ഞു. പിന്നീട് അവർ രണ്ടാമത് അവർക്ക് ക്ലച്ച് പിടിച്ചൊരു മോഡൽ സൈക്കിളാണ്. ഞാൻ 150cc മാത്രമായിട്ടാണ് പറയുന്നത്. പിന്നീട് സുസുക്കിക്ക് ക്ലച്ച് പിടിച്ച ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ജിക്സറാണ്. ജിക്സറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സുസുക്കി നമ്മുടെ യമഹ FC ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ മാനുഫാക്ചേഴ്സും ആ റേഞ്ച് ഒരു വണ്ടിക്ക് പുറകെയാണ് പോയത്. അപ്പോഴാണ് സുസുക്കിക്ക് തോന്നിയത് ഇവരുടെ ജിക്സർ GSXR ഷോർട്ട് ഫോം ചെയ്യുമ്പോഴത്തേക്കും ജിക്സർ എന്നാണ് പുറത്തറിയപ്പെടുന്നത്. അങ്ങനെ ബൈക്ക് കൊണ്ടുവന്നാൽ എന്താന്ന് വെച്ചാൽ അവർ ആലോചിച്ചു. അങ്ങനെയാണ് ജിക്സർ 155 പിറവി വന്നത്. ജിക്സറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏതൊരു ഓട്ടോമൊബൈൽ മാഗസീനും നിങ്ങൾ ആ ടൈമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ CB ഹോർണറ്റ്, FC, ജിക്സറായിട്ടുള്ള കമ്പാരിസൺ വന്നിട്ടുണ്ടെങ്കിൽ സെഗ്മെന്റ് കിങ് എന്ന് പറയുന്ന ജിക്സർ തന്നെയാണ്. ഒരു സംശയവുമില്ല. ഇത്രയ്ക്ക് ഹാൻഡ്ലിങ്ങും ഫീലും ഉള്ളൊരു ബൈക്ക് വേറെ ഈ സെഗ്മെന്റിൽ ഇല്ല. പക്ഷേ എന്നിട്ട് പോലും സുസുക്കിക്ക് എന്ത് പറ്റി ഇതിനെ പിടിച്ചെടുത്താൻ പറ്റാത്തതെന്ന് വെച്ചാൽ അപ്ഡേറ്റ്സിന്റെ കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജിക്സർ അന്നിറങ്ങിയപ്പോൾ ആ കാലയളവിൽ ഭയങ്കര സംഭവമായിരുന്നെങ്കിൽ പിന്നീട് അവര് വേറൊരു പ്രോഡക്റ്റ് കൊണ്ടുവരാനോ ഒന്നും ശ്രമിച്ചില്ല. ഈ ജിക്സർ ഇട്ട് തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പ്ലസ് ക്വാളിറ്റി ഇഷ്യൂസ് ജിക്സറിനും ഉണ്ടായിരുന്നു. ഈ ടാങ്കിനകത്തുള്ള തുരുമ്പ് ജിക്സറിനുണ്ട്. പിന്നെ ചില ബാച്ചിനൊക്കെ ചെറിയ ക്രാങ്കിന്റെ സൗണ്ട്, നോയ്സ് കൂടുതൽ, എഞ്ചിൻ സൗണ്ട് കൂടുതൽ, അങ്ങനത്തെ ചെറിയ കംപ്ലൈന്റ്. GS150R ഒരു വെൽ മെയിൻറ്റൈൻ അല്ലെ വെൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരുന്നു ജിക്സർ. പിന്നീട് അവർ കൊണ്ടുവന്നൊരു സാധനമാണ് സുസുക്കിയുടെ ജിക്സർ 250. ജിക്സർ 250യുടെ കാര്യത്തിൽ പറയാനായിട്ടാണെങ്കിൽ ഇത് വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ ഓട്ടോമൊബൈൽ മാഗസീനൊക്കെ എല്ലാം വായിക്കുന്ന മറ്റേ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ പോലും ഞാൻ എനിക്ക് പോലും വലുതായിട്ടൊരു പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് വന്നൊരു മോഡലാണ് സുസുക്കിയുടെ ജിക്സർ 250. ഈ വണ്ടിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ കുറെ സംസാരിക്കേണ്ടി വരും. കാരണം ഇന്ത്യയിൽ ഓയിൽ കൂളിംഗ് യഥാർത്ഥമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തൊരു സാധനമാണ് SOCS, സുസുക്കിയുടെ ഓയിൽ കൂളിംഗ് സിസ്റ്റം ആണ് ഈ വണ്ടിക്കകത്തുള്ളത്. നിങ്ങൾ ഈ ജിക്സർ 250 നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് എഞ്ചിനകത്ത് ഫിൻസ് ഒന്നുമില്ല. അതേസമയം നമ്മൾ പൾസറൊക്കെ പണ്ട് 220 ഒക്കെ ഓയിൽ കൂൾ എന്ന് പറഞ്ഞാലും അതിനകത്ത് ഫിൻസ് ഉണ്ട്. ഇതിനകത്ത് ഫിൻസ് ഒന്നുമില്ല. കറക്റ്റ് ഒരു ലിക്വിഡ് കൂളിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ വെച്ച് എഞ്ചിനെ തണുപ്പിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഇവർ കൊണ്ടുവന്നത്. ഇതൊരു റെവല്യൂഷണൈസ്ഡ് ടെക്നോളജി തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഓയിൽ കൂളിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എഞ്ചിൻ ഓയിൽ മാത്രം മാറിക്കൊടുത്താൽ മതി. മറ്റേതുപോലെ റേഡിയേറ്ററിന്റെ കൂളന്റ് മാറണ്ട,
മറ്റേ റേഡിയേറ്റർ റിസർവോയറിന്റെ കംപ്ലൈന്റ് നോക്കണ്ട, പൊട്ടിപ്പോന്ന് നോക്കണ്ട, അങ്ങനത്തെ ഒരു മെയിൻ്റെനൻസും ഇല്ല. ജസ്റ്റ് നിങ്ങൾ ഓയിൽ മാത്രം മാറിക്കൊടുത്താൽ ആ ഓയിൽ തന്നെ ഏകദേശം ഒരു ലിക്വിഡ് കൂളിങ്ങിന്റെ പെർഫോമൻസിൽ നല്ലവണ്ണം എഞ്ചിനെ തണുപ്പിക്കുന്നുണ്ടായിരുന്നു ജിക്സർ 250. പക്ഷെ അതൊക്കെ അവർ വളരെ മോശമായ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് പ്രശ്നമെന്നാണ് എനിക്ക് തോന്നിയത്. ഈ ബൈക്കിന് വേണ്ട ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ഒന്നും സുസുക്കി നൽകിയിട്ടില്ല. അതാണ് ഇതിന് പറ്റെന്ന് തോന്നുന്നു. പിന്നെ അവര് ഇതിന്റെ ഒരു ഓഫ് റോഡ് വിഭാഗം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്യാവശ്യം വിറ്റ് പോകുന്നെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും സുസുക്കി ജിക്സർ 250 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഗ്രേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്പെയർ പാർട്സിന്റെ പ്രശ്നം. ജിക്സർ അല്ലെങ്കിൽ സുസുക്കി ബൈക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും അനുഭവിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് സ്പെയർ പാർട്സിന് ലഭ്യതക്കുറവ്. നിങ്ങൾ എവിടെയൊക്കെ പോയാലും ചില സ്പെയറുകൾ കിട്ടണമെന്നില്ല. ഉദാഹരണത്തിന് എൻ്റെ ജിക്സറിന്റെ ഒരു ഹെഡ് ഗ്യാസ്കറ്റിന് ഒരു ബീഡിങ് പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹെഡിന്റെ ടോപ്പിലത്തെ ഒരു റബ്ബറിന്റെ ഗ്യാസ്കറ്റ് പോയിട്ട് ആ സംഭവം മേടിക്കാനായിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് കായംകുളം വരെയൊക്കെ പോയിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു 15 രൂപയുടെ സാധനം മേടിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. മാരുതി സുസുക്കി എന്തായിരുന്നു വെച്ചാൽ മാരുതി സുസുക്കിയുടെ സ്പെയർസ് എല്ലാം ഫ്രീലി അവൈലബിൾ ആയിരുന്നു. നിങ്ങൾക്ക് ഒരു മാരുതി കാർ ഓൺ ചെയ്യുന്ന ഒരാളാണ് അറിയാൻ പറ്റും, അത് എവിടെ പോയാലും അതിൻ്റെയൊക്കെ സ്പെയർ കിട്ടും. ആ ഒരു സെയിം പ്രൊസീജിയർ ഒരിക്കലും നിങ്ങൾക്ക് സുസുക്കി ബൈക്കിലോട്ട് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ സ്പെയർ പോയിട്ടുണ്ട് കിട്ടി എന്നൊരു ലെവലിലാണ് സംഭവം പോകുന്നത്. അതുകൊണ്ട് സുസുക്കി മോട്ടോർ സൈക്കിൾസ് ഇനി എനിക്കറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നത്. കാരണം അവർ പുതിയതായിട്ടൊരു ലോഞ്ച് കൊണ്ടുവരുന്നില്ല. FC-യുടെ പുറകെയാണ് ജിക്സർ കൊണ്ടുവന്നത്. FC യമഹ വിട്ടിട്ട് വർഷങ്ങളായി. FC-യുടെ പകരം ഇപ്പം MT-15 ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. FC അല്ല അവരുടെ മെയിൻ ടാർഗറ്റ്. 150cc MT-15 ആണ്. അതുപോലൊരു പ്രോഡക്റ്റ് ആണ് സുസുക്കി കൊണ്ടുവരേണ്ടത്. ഇവരിപ്പോഴും പഴയ പ്രോഡക്റ്റ് തന്നെ ഇങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പുതിയ വണ്ടികളൊന്നും കണ്ടിട്ടില്ല. സുസുക്കി ജിക്സർ ഒന്നും പുതിയതൊന്നും ഇറങ്ങി അടുത്തെങ്കിലും കണ്ടിട്ടില്ല. അപ്പോൾ സുസുക്കി നല്ല പ്രോഡക്ട്സ് ഇന്റർനാഷണലി ഇവർക്ക് ഇഷ്ടം പോലെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. കാവസാക്കിയുടെ കേസ് പോലൊന്നുമില്ല. കാവസാക്കിക്കൊക്കെ സ്മോൾ കപ്പാസിറ്റി ബൈക്സ് വളരെ കുറവാണ്. എന്നാൽ സുസുക്കിയുടെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹോണ്ടയും യമഹയൊക്കെ പോലെ ഇഷ്ടം പോലെ ബൈക്കുകൾ തായ്ലൻഡിലും വിയറ്റ്നാമിലൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ബൈക്കുകൾ ഇന്ത്യയിലും കൂടെ കൊണ്ടുവന്നാൽ നമുക്ക് സുസുക്കി നല്ല പകുതി, അതായത് നമ്മൾ പണ്ട് നമ്മൾ ധൂമിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു തിരിച്ചുവരവ് ഈ ബ്രാൻഡ് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് മോട്ടോർ സിറ്റി ട്രൈബ് സൈനിങ് ഓഫ്.